കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ പണിമുടക്ക് നടത്തും. 10 തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകും. 17 ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുന്നത്. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. ഈ ലേബർ കോഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ തൊഴിൽ മേഖലയിൽ കുറയും. വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധ്യമാകും. കൂടാതെ എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്നിവയും ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 10 വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, സാമൂഹിക വ്യവസ്ഥ ഒന്നാകെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ, ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലും, സാമ്പത്തിക വ്യവസ്ഥയിലെ തൊഴിലാളികളുടെ, അധ്വാനിക്കുന്ന കർഷകരടക്കമുള്ള ജനവിഭാഗങ്ങളുടെ എല്ലാം ജീവിതം ഏതാണ്ട് അസംഭവ്യമായ രീതിയിലുള്ള നീക്കങ്ങളാണ് മോദി സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് 3ാം മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്, അത് ഭരണവർഗങ്ങൾക്കാകെ ഒരു ശക്തമായ താക്കീത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണിമുടക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. INTUC, AITUC, HMS, CITU, AITUC ഉൾപ്പെടെ 10 ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംയുക്ത കിസാൻ മോർച്ചയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ ഭാഗമാകും. പാൽ, ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 24 ഡൽഹി.